എന്റെ പൊന്നു മോൻ അങ്ങനെ ചെയ്യില്ല. ആ 1.5 വയസ്സുകാരനെ ഇല്ലാതാക്കിയ ആ നാറിയുടെ അമ്മയുടെ വാക്കുകളാണിത്. നിങ്ങളൊരു അമ്മയാണോ? എന്ത് തെറ്റ് ചെയ്താലും മക്കളെ സപ്പോർട്ട് ചെയ്യുന്ന അമ്മമാർ ഇത് കാണണം. എനിക്ക് വേണമെങ്കിൽ അവനെ കുറെ തെറി പറയാം, അല്ലെങ്കിൽ ഇവരെ കുറെ തെറി പറയാം, അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ ഫോട്ടോ ഇട്ടിട്ട് കുറെ ഷോ കാണിക്കാം. അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇവനെ പോലെയുള്ളവർക്ക് ശിക്ഷ കിട്ടണം, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഇനി വേറൊരു ന്യൂസ് വരുമ്പോൾ ഈ ന്യൂസ് ഇല്ലാതെയാവും. അത്ര സംഭവിക്കാൻ പോകുന്നുള്ളൂ. അത് പാടില്ല. ഇതിനെന്തായാലും ഒരു തീരുമാനം ഉണ്ടാവണം. കാരണം ആ ചെറിയ കുട്ടികളോടൊക്കെ ചെയ്യുന്നതിനുള്ള ഇത് ഉറപ്പായിട്ടും കിട്ടണം. ഇവനെ പോലുള്ള നാറികളൊന്നും രക്ഷപ്പെടാൻ പാടില്ല. പിന്നെ അഖില എന്ന് പറയുന്നവള് ആ കുഞ്ഞിന്റെ അമ്മയെന്ന് ഞാൻ പറയില്ല. ആ വാക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. അവളെ പറ്റി എനിക്ക് പറയാനേ തോന്നുന്നില്ല. രണ്ടും തീരണം. വിളിച്ച പോലെ പറയണത് ഉമ്മച്ചി വാവച്ചി മരിച്ചുപോയി എന്ന് പറഞ്ഞു. ഇവരുടെ മോൻ ഇവരോട് വിളിച്ചു പറഞ്ഞു, ഉമ്മച്ചി വാവച്ചി മരിച്ചു പോയെന്ന്. ആ കുഞ്ഞിനെ വാവച്ചി എന്ന് അവൻ വിളിക്കുന്നുണ്ടെങ്കിൽ അവന് സ്നേഹം ഉണ്ടായിട്ടുണ്ടാവണം. ആ സ്നേഹമുള്ളവനാണെങ്കിൽ ഈ പണി ചെയ്യുമോ? ഇല്ല. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക, ഇവരും കള്ളം പറയുകയാണ്. സ്വന്തം മോനെ രക്ഷിക്കാൻ വേണ്ടി ഏതൊരു തള്ളയും കളിക്കുന്ന ഒരു നാടകമാണ് ഇവരും കാണിക്കുന്നത്. എല്ലാത്തിനെയും തൂക്കിയെടുത്താ തീർണം. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഒരുപാട് കിടന്ന് ദേഷ്യപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ വികാരം ഇതാക്കിയോണ്ടോ ഒരു കാര്യമില്ല. ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോലും ആ കുഞ്ഞിൻ്റെ ഫോട്ടോ ഞാൻ ആഡ് ചെയ്യില്ല. കാരണം അതിൻ്റെ ചിരിക്കുന്ന മുഖം കാണുമ്പോൾ വിഷമം വരും. ഈ ലോകത്ത് എത്ര അമ്മമാരുണ്ട് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുന്നവർ. എനിക്ക് ചോദിക്കാനുള്ളത് ഈ ക്രിമിനലിനെ പറ്റി തള്ളയോടും അവൻ്റെ കൂടെ നിൽക്കുന്ന പെങ്ങളോടുമാണ്. നിങ്ങളുടെ മോനൊരു ക്രിമിനലായി മാറിയത് നിങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് തന്നെയാണ്. ആ തള്ളയും മക്കളും ഒന്ന് കരയുമ്പോൾ ആ 1.5 വയസ്സുകാരൻ സ്നേഹിച്ച് ഈ സമൂഹത്തിന് മുഴുവൻ സന്തോഷമേ ഉള്ളൂ. ആദ്യം അവൻ ചാവണം. ഈ പ്രായത്തിൻ്റെ ഇത് മറ്റേത് മറിച്ചതെന്നും പറഞ്ഞു അവരെ രണ്ടുപേരെയും വെറുതെ വിടരുത്. രണ്ടിനും വധശിക്ഷ കുറഞ്ഞ ഒരു ശിക്ഷയില്ല. ഈ നാറിയുടെ തള്ളയോട് നല്ലത് പറഞ്ഞു കൊടുത്ത് നല്ല രീതിയിൽ വളർത്തിയിരുന്നെങ്കിൽ അവൻ ഇങ്ങനെ ഒരു വഴിപിഴച്ച ക്രിമിനലാകുമായിരുന്നില്ല. മക്കളുടെ തെറ്റിന് കൂട്ടി നിൽക്കുന്ന എല്ലാ അമ്മമാരും നിങ്ങളുടെ ഈ അവസ്ഥ കണ്ടെങ്കിൽ ഒരു തിരുത്തലുണ്ടാകട്ടെ. ഈ ലോകത്തൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചും ലക്ഷങ്ങൾ മുടക്കി ട്രീറ്റ്മെൻറ്റ് എടുത്തും കാത്തിരിക്കുന്ന എത്ര അമ്മമാരുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു 50 വയസ്സായ ഒരു ചേച്ചിയെ കണ്ടു. ഒരു കുഞ്ഞിനായി അവർ ഒരുപാട് ചികിത്സകൾ നടത്തി. ഒടുവിൽ ദത്തെടുക്കാൻ നോക്കിയിട്ടും അതും നടക്കാതെ വിഷമിക്കും. ആ ചേച്ചി കണ്ണീരോടെ പറഞ്ഞത്, ആ കുഞ്ഞിനെ എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ പൊന്നുപോലെ നോക്കുമായിരുന്നു എന്നാണ്. ഈ കുഞ്ഞിൻ്റെ വാർത്ത കണ്ട ഈ ലോകത്തുള്ള എല്ലാ അമ്മമാരും ഉള്ളിൽ നിന്നുള്ള ശാപമാണത്. ഒരു വശത്ത് ഒരു കുഞ്ഞിന് വേണ്ടി ജന്മം മുഴുവൻ കാത്തിരിക്കുന്നവർ, മറുവശത്ത് കിട്ടിയ കുഞ്ഞിനെ ക്രൂരമായി തല്ലിക്കൊല്ലുന്ന മൃഗങ്ങൾ. പ്രതിക്ക് മുൻപും സമാനമായ കുറ്റകൃത്യ പശ്ചാത്തലമുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ ഗൗരവം വളരെ വലുതാണ്. പോലീസിന്റെ ശക്തമായ അന്വേഷണവും കൃത്യമായ തെളിവുകളും കോടതിക്ക് മുന്നിലെത്തുമ്പോൾ ഈ ക്രൂരതയുടെ ഭീകരത കണക്കിലെടുത്ത് കോടതി പ്രതിക്ക് പരമാവധി വധശിക്ഷ നൽകണം. അതിൽ യാതൊരു ഇളവുകളും ഇല്ലാത്ത കഠിന തടവ് നൽകണം. നീതിപീഠത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ആ പിഞ്ചു കുഞ്ഞിൻ്റെ ആത്മാവിന് നീതി കിട്ടിയേ തീരുള്ളൂ.